കുറുന്തോട്ടിക്കും വാദമോ? ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ കണ്ടഞ്ചിറ എസ്റ്റേറ്റിൽ തഴച്ചു വളരുന്ന കുറുന്തോട്ടി ഉടമസ്ഥാവകാശവാദത്തിൽ. ലക്ഷക്കണക്കിന് വില വരുന്ന കുറുന്തോട്ടിയാണ് വിവാദത്തിൽപ്പെട്ട് നശിച്ചു പോകുന്നത്. CITU ജില്ലാ സെക്രട്ടറി S ജയമോഹൻ സ്ഥലം സന്ദർശിച്ചു. ഈ കുറുന്തോട്ടി കൃത്യമായി പറിച്ച് ആയുർവേദ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾക്ക് നൽകിയാൽ അതിലൂടെ കേരളത്തിൽ ആയുർവേദ മേഖലയ്ക്ക് ആവശ്യമായ ജൈവ കുറുന്തോട്ടി ലഭിക്കുകയും ഓയിൽ പാം കമ്പനിക്ക് ലാഭം കിട്ടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമെന്ന് അദ്ദേഹം സന്ദർശന വേളയിൽ പറഞ്ഞു. ആയുർവേദ ഔഷധങ്ങളിൽ ചേർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധ ചെടിയാണ് കുറുന്തോട്ടി. പല ഔഷധങ്ങൾ ഉണ്ടാക്കുന്നതിന് കുറുന്തോട്ടിയുടെ വേര്, കുറുന്തോട്ടിയുടെ ഇല, കുറുന്തോട്ടിയുടെ തണ്ട് ഇവ ലഭിക്കാതിരിക്കുന്നതിന് പകരമായിട്ട് പല മരുന്ന് ഉൽപ്പാദക സ്ഥാപനങ്ങളും മറ്റ് പലതുമാണ് ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനകത്ത് പ്രത്യേകിച്ച് ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ജോലി സംവരണം ചെയ്തിട്ടുള്ള 390ഓളം ഹെക്ടർ സ്ഥലം ഉൾപ്പെടുന്ന കണ്ടഞ്ചിറയിൽ കഴിഞ്ഞ നാളുകളിലാണ് പഴയ മലകൾ വെട്ടിമാറ്റി പുതിയ തൈകൾ നടുന്ന ജോലിയിൽ ഏർപ്പെട്ട ആദിവാസി വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികളുടെ ശ്രദ്ധയിലാണ് വ്യാപകമായി നിറയെ കുറുന്തോട്ടി ഇങ്ങനെ പിടിച്ചു വളർന്ന് തഴച്ച് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. ഇത് ബന്ധപ്പെട്ട മാനേജ്മെൻറ്റിനെ തൊഴിലാളികൾ തന്നെ അറിയിച്ചു. മാനേജ്മെൻറ്റിൽ ചിലർക്ക് ഇതിനെ സംബന്ധിച്ച് ധാരണയുള്ള ചിലരാകട്ടെ ഉന്നത ഓഫീസർമാരുമായി കൂടി ബന്ധപ്പെട്ട് ആ കുറുന്തോട്ടി സമാഹരിച്ച് അത് ഗിരിജൻ സംഘത്തിലും മറ്റും കൊടുത്ത് 64,400ഓളം രൂപ ഓയിൽ ഫാം സ്ഥാപനത്തിലേക്ക് അടച്ച് തൊഴിലാളികൾക്ക് ഒരധിക വരുമാനം കൂടെ കിട്ടുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ആണ് ഉണ്ടാകുന്നത്. ഇത് വ്യാപകമായി തനത് രൂപത്തിൽ തന്നെ പിടിച്ചു വളർന്ന് പന്തലിച്ച് കിടക്കുന്നതിനെ മൊത്തം എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്തി നാട്ടിലെ ആയുർവേദ മരുന്നുൽപാദകരെ സഹായിച്ചും ഈ കുറുന്തോട്ടി വളർന്നു വരുന്നതിനെ നിലനിർത്തിയും അധികമായി തൊഴിൽ അവസരങ്ങൾ തൊഴിൽരഹിതരായ ആദിവാസികൾക്ക് നൽകി പരിപോഷിപ്പിക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം വിവാദങ്ങളും മറ്റുമെല്ലാം ഉണ്ടാക്കി ആ കുറുന്തോട്ടിയുടെ വേരും തണ്ടും ഇലയുമെല്ലാം പറിച്ചെടുക്കുന്നത് നിർത്തി ഇത് ഏതാണ്ട് അവസാനിപ്പിക്കുന്ന ഒരു നിലയിൽ മുൻകൈയെടുത്ത പല ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകളെയും നാട് കടത്തുകയും ചെയ്യുന്ന ഒരു നടപടിയാണ് മാനേജ്മെൻറ്റ് തന്നെ സ്വീകരിച്ചത്. ഫോറസ്റ്റ് അധികാരികളായിട്ടുള്ള ആളുകൾ മുന്നോട്ട് വച്ചിരിക്കുന്ന മറ്റൊരു വാദഗതിയും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഈ കുറുന്തോട്ടി ഉൾപ്പെടെ ഉള്ളത് പറിച്ചെടുക്കാനും വിൽപ്പന നടത്തുന്നതിനുമൊക്കെ ഉള്ള ഒരു അധികാരം എന്ന് പറയുന്നത് വന വകുപ്പിനാണ് എന്ന ഒരു വാദം അവരുന്നയിക്കുന്നു. 2 ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ തന്നെ ഒരു വരുമാന മാർഗമായിട്ടുള്ളത് ഇത് ആദിവാസികൾ തന്നെയാണ് ഇത് പറിക്കുകയും വിൽക്കുകയും ചെയ്യേണ്ടത് എന്ന കാര്യവും അവർ പറയും. രണ്ടാമത് പറയുന്ന വാദഗതി നമുക്കെല്ലാം സ്വീകരിക്കാവുന്നതും അംഗീകരിക്കാൻ കഴിയുന്നതുമാണ്. ഓയിൽ ഫാമിനകത്ത് തന്നെ ഉള്ള കുറുന്തോട്ടി പറിച്ച് മാനേജ്മെൻറ്റ് നിർദ്ദേശിക്കുന്ന നിലയിൽ തന്നെ ഏൽപ്പിച്ച് അത് ടെൻഡറിലൂടെ, ഇന്നത്തെ സാങ്കേതിക വിദ്യയിൽ ഈ ടെൻഡറാണ് പലപ്പോഴും, ഈ ടെൻഡറിലൂടെ തന്നെ വിൽപ്പന നടത്തി സ്ഥാപനത്തിന് അധികം വരുമാനവും തൊഴിലാളികൾക്ക് കൂടുതൽ ജോലിയും കിട്ടുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ച് എടുക്കുക എന്ന നിലപാടാണ് ഫലത്തിൽ ഓയിൽ ഫാം മാനേജ്മെൻറ്റ് സ്വീകരിക്കേണ്ടത്. ഫോറസ്റ്റ് അതിനോട് സഹകരിക്കുകയാണ്. വാദം, ഹൃദയരോഗം, TB അടക്കമുള്ള നിരവധി രോഗങ്ങൾക്ക് മരുന്നുകൾക്ക് പ്രധാന ചെറുവായാണ് കുറുന്തോട്ടി. കുളത്തൂപ്പുഴ, കണ്ടഞ്ചിറ, അരിപ്പ അടക്കമുള്ള ആദിവാസി ഊരുകളിലെ തൊഴിലാളികൾക്കും അവരുടെ കുടുംബത്തിലുമുള്ളവർക്ക് ഒരു അധിക വരുമാനം ലഭിക്കാനും അത് സഹായകമാകും. പ്രകൃതിദത്തമായ ഈ ഔഷധ സസ്യത്തെ കൃത്യമായ ടെൻഡർ നടപടിയിലൂടെ പറിച്ചു നൽകി ഓയിൽ പാം കമ്പനിക്ക് ലാഭം ലഭിക്കാനും പ്രദേശത്തിലെ ആദിവാസി ഊരുകളിലെ ജനങ്ങൾക്ക് തൊഴിൽ അവസരം സൃഷ്ടിക്കുകയും ചെയ്യണമെന്നും S ജയമോഹൻ പ്രസ്താവനയിലൂടെ അറിയിച്ചു. ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് സംവരണം ചെയ്തിരിക്കുന്ന തോട്ടത്തിനകത്ത്
ആദിവാസികൾ തന്നെ ഉണ്ടല്ലോ, അവരുടെ കുടുംബാംഗങ്ങളുണ്ടല്ലോ, അവരെ കൊണ്ടുകൂടി ആ ജോലി ചെയ്യിപ്പിക്കണം. ഇന്നിപ്പോൾ നമ്മൾ ആയുർവേദ മരുന്നുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ ഈ കുറുന്തോട്ടി ചേരാത്ത ഏത് മരുന്നാണുള്ളതെന്ന് നോക്കിയാൽ അപൂർവമായിട്ടുള്ള മരുന്നുകളിലാണ് കുറുന്തോട്ടി ചേരാത്തത്. പ്രത്യേകിച്ച് വാദ സംബന്ധമായ രോഗങ്ങൾ, അതിൽ ഒന്നാമത്തെ ചേരുവ എന്ന് പറയുന്നത് കുറുന്തോട്ടി തന്നെയാണ്. കുറുന്തോട്ടിക്ക് വാദം പിടിച്ചോളാണ് ഇന്നിവിടെ ഈ കുറുന്തോട്ടി വിവാദ വിഷയമാക്കി തന്നെ മാറ്റിയിട്ടുള്ളത് എന്നതാണ്. രണ്ട്, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് തയ്യാറാക്കുന്ന മരുന്നിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം കുറുന്തോട്ടി തന്നെയാണ് ചേർക്കുന്നത്. ഓർമ്മക്കുറവ് ഇതിന് ആയുർവേദ മരുന്നുണ്ടാക്കുമ്പോൾ അവരന്വേഷിച്ചു പോകുന്നത് കുറുന്തോട്ടി തന്നെയാണ്. മുടി ഒഴിച്ചിൽ അതിന് പ്രധാനമായും ഈ കുറുന്തോട്ടിയെ സംബന്ധിച്ച് അവർ ഉപയോഗിക്കുന്നുണ്ട്. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് കുറുന്തോട്ടി അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ്. ഇങ്ങനെ നൂറുകണക്കിന് ആയുർവേദ മരുന്നുകളിൽ ഉപയോഗിക്കുന്ന കുറുന്തോട്ടി അന്യം നിന്ന് പോയിരിക്കുന്ന പശ്ചാത്തലത്തിൽ നിറഞ്ഞ് പിടിച്ച് കിടക്കുന്ന ഇടങ്ങളിലെ ആ കുറുന്തോട്ടിയെ നശിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ദേശീയ നഷ്ടത്തിന് തന്നെ ഉപകരിക്കുന്ന ഒന്നായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ വനം വകുപ്പിനോടും ഓയിൽ ഫാം ഇന്ത്യ മാനേജ്മെൻറ്റിനോടും ഇത് നമ്മൾ മനസ്സിലാക്കി കണ്ടറിഞ്ഞ് ഈ മഴക്കാലത്ത് അത് തളർന്ന് വലുതായി വളരാനും പന്തലിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ നൽകി വേനൽക്കാലമാകുമ്പോൾ ഈ വളർന്ന കുറുന്തോട്ടി അതിന് പൂത്ത് കായ്ച്ച് അതിൻ്റെ അരികൾ മണ്ണിൽ വീണ് കഴിയുന്ന സന്ദർഭത്തിൽ അത് എടുത്താൽ അതിൻ്റെ വേരും തണ്ടുമെല്ലാം മരുന്നിന് ഉപയോഗിക്കുകയും ചെയ്യും. അവിടെ വീണ് കിടക്കുന്ന അരി അത് വീണ്ടും അത് കിളിച്ച് വളർന്നു വരാനും സ്ഥിരമായി നമുക്ക് കേരളത്തിലെ ആയുർവേദ ഔഷധ നിർമ്മാണക്കാർക്ക് ആവശ്യമായിട്ടുള്ള മൊത്തം കുറുന്തോട്ടിയുടെ വേരും തണ്ട് ഇലയും സപ്ലൈ ചെയ്യുന്ന ഒന്നാക്കി ഓയിൽ ഫാം ഇന്ത്യയെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തെയാണ് ചില തലതിരിഞ്ഞ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ ഇന്ന് തകർക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. CIT യൂണിയൻ എന്നുള്ള നിലയിൽ ഈ വിവരം ശ്രദ്ധപ്പെട്ട ഉടൻ തന്നെ ഇന്ന് ഞങ്ങൾ സന്ദർശിച്ചു. ആ സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ ഈ വിവരങ്ങൾ തൊഴിലാളികളുമായി ആരാഞ്ഞു. ഇതിങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ വേദന തൊഴിലാളികൾ തന്നെ ഉദ്യോഗസ്ഥരും ഞങ്ങളുമായി പങ്കുവച്ചു. അതുകൊണ്ട് മാനേജ്മെൻറ്റിൻ്റെ മുമ്പിൽ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് തന്നെ ഞങ്ങൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ബന്ധപ്പെട്ട കേരളത്തിൻ്റെ ആരോഗ്യ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഉൾപ്പെടെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണുന്നതോടൊപ്പം തന്നെ ഒരു ദേശീയ നഷ്ടം ഒഴിവാക്കി അന്യം നിന്നു പോകുന്ന ഒരു ഔഷധ ചെടിയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ ചിതറ എസ്റ്റേറ്റിൽ കണ്ടഞ്ചിറ സെക്ഷനിൽ വരുന്ന ഭാഗത്തു നിന്ന് വലിയ തോതിൽ കുറുന്തോട്ടി പറിച്ച് വിൽപ്പന നടത്തിയ സംഭവത്തിൽ ഓയിൽ പാം ഉദ്യോഗസ്ഥർക്കെതിരെയും ഇതിന് കൂട്ടുനിൽക്കുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും ശക്തമായ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BMS എംപ്ലോയീസ് സംഘിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. റിപ്പോർട്ടർ സുനിൽ G, കരവാളൂർ. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ.